കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അറവ് മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ വാഹനം ഉൾപ്പെടെ നാട്ടുകാർ പിടികൂടി. ഒറ്റപ്പാല നഗറിന് സമീപം 16-ാം വാർഡിൽ കാരത്തുംപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പിക്കപ്പ് വാനിൽ മാലിന്യം തള്ളാൻ ശ്രമം നടന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ഒറ്റപ്പാല നഗറിന് സമീപം 16-ാം വാർഡിൽ കാരത്തുംപാറയിലെ ആളൊഴിഞ്ഞ സ്വകാര്യ പറമ്പിലാണ് വലിയ രീതിയിൽ അറവു മാലിന്യവുമായി പിക്കപ്പ് വാഹനം എത്തിയത്. വണ്ടി നിർത്തി മാലിന്യങ്ങൾ കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ സംഘടിച്ച് ഇവരെ തടയുകയായിരുന്നു. നാട്ടുകാർ ഇടപെട്ട് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ മുഴുവൻ തള്ളാനെത്തിയവരെ കൊണ്ട് തന്നെ തിരികെ വണ്ടിയിലേക്ക് എടുപ്പിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വാർഡ് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയും സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MV പവിത്രൻ പറഞ്ഞു. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഈ പഞ്ചായത്തിലെ 20 വാർഡുകളിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അട്ടിമറിക്കുന്ന രൂപത്തിൽ ചില ആളുകൾ ഈ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന നമ്മുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ മനഃപൂർവ്വം ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇത് നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പിഴയടക്കം അതുപോലെ പോലീസ് കേസ് അടക്കം വണ്ടി സീസ് ചെയ്യുന്നതടക്കമുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. നായ കടിച്ചതുകൊണ്ടാണ് അറവുമാടിന്റെ കുടൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളേണ്ടി വന്നതെന്ന വിചിത്രമായ ന്യായീകരണമാണ് പിടിയിലായവർ നിരത്തിയത്. എന്നാൽ അവധി ദിവസങ്ങളിൽ പോലും ജനങ്ങളെ ഒന്നിച്ചു നിർത്തി പഞ്ചായത്ത് വലിയ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് വാർഡ് മെമ്പർ VV ചന്ദ്രമതി വ്യക്തമാക്കി. ഞങ്ങൾ പഞ്ചായത്ത് എന്ന രീതിയിൽ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചതോറും വലിയ ആൾക്കൂട്ടത്തോടുകൂടി പരിസരം മുഴുവൻ ശുചീകരിച്ചു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആളെ കണ്ടെത്തിക്കൊണ്ട് ഇതിനു വേണ്ടുന്ന നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. വിവരമറിഞ്ഞ് നിരവധി നാട്ടുകാരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. മാലിന്യം തള്ളാനെത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനുമാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.